ഹലോ ഹലോ ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് സൺഡേ ആണ്. സൺഡേ ആയിട്ട് ഞങ്ങൾ പള്ളിയിൽ നിന്നൊക്കെ വന്നതാണ്. കയ്യില് നോട്ടീസ് എന്ന് വെച്ചാൽ അടുത്ത ആഴ്ച, അതെ, അടുത്ത ഞായറാഴ്ച ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഉണ്ട്. അതായത് എല്ലാം അറിയാലോ, വാട്ടർ ബോയ്സ് ആയിട്ട് നിൽക്കുന്ന അതിന്റെ വീഡിയോസ് ഒക്കെ ഞങ്ങൾ നേരത്തെ ഇട്ടാണ്. പിന്നെ ഈ പ്രാവശ്യം അതൊന്നും കാണിക്കുന്നില്ല. അപ്പോ അതിന്റെ അടുത്ത ഞായറാഴ്ച അതൊരു ചടങ്ങായിട്ട് എന്താണെന്ന് വ്യക്തമായിട്ട് പറയൂ. അതായത് ജോൺ ബെർക്കിൻസിന്റെ തിരുനാളാണ് അടുത്ത ഞായറാഴ്ച. അതേപോലെ ഇന്ന് 2 കുട്ടികളെയും കൂടി പുതിയ ആൾക്കാര ബാലകരായിട്ട് തിരഞ്ഞെടുത്ത്. അപ്പോ കഴിഞ്ഞ 9 വർഷം എന്റെ മോന്റെ ആയിരുന്നു. കഴിഞ്ഞ വർഷം എന്റെ മോന്റെ ഉണ്ടായിരുന്നു. അത് നിങ്ങൾ വീഡിയോ കണ്ടാണല്ലോ. അപ്പൊ ഇത്തവണ വേറെ 2 കുട്ടികളെയും കൂടി തിരഞ്ഞെടുത്തു. അപ്പൊ അത് ഞങ്ങൾ വീഡിയോ എടുത്തില്ല. അപ്പൊ അടുത്ത ഞായറാഴ്ച ബെർക്കിൻസിന്റെ പെരുന്നാളാണ്. അപ്പൊ അതിന്റെ നോട്ടീസാണ് കൈ കാണുന്നത്. അതെ. പിന്നെ ഈ കിറ്റിൽ കാണുന്ന എന്താണെന്ന് വെച്ചാൽ അപ്പോ ചിക്കൻ കറി. അതെന്താണെന്ന് പറയൂ. അതെന്താണെന്ന് വെച്ചാല് അവിടെ ഇപ്പോ എന്താ പറയാ, ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പൊ കൊടുക്കുന്നുണ്ട് എന്ന് വെച്ചാ പൈസക്കൊക്കെ. അതങ്ങനെയല്ല, ഞാൻ പറഞ്ഞുതരാം. നിനക്ക് അത് പറയാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. അതായത് ഗൈസ്, ഇപ്പോ അടുത്ത ഞായറാഴ്ചത്തെ പെരുന്നാളിന്റെ കാര്യം പറഞ്ഞില്ലേ. പെരുന്നാളിന്റെ കാര്യത്തിന് അപ്പൊ വോൾട്ടർ ബോയ്സ് ആണ് ഇതെല്ലാം പെരുന്നാൾ ഏറ്റെടുത്ത് നടത്തുന്നത്. അതായത് അവരുടെ മധ്യസ്ഥനാണ് ഈ ബെർക്കിൻസ് എന്ന് പറഞ്ഞ പുണ്യാളൻ. അപ്പോ ഫോട്ടോ ഒന്ന് കാണിച്ചു കൊടുക്കും. ഇതാണ് ജോൺ ബെർക്കിൻസിന്റെ ഫോട്ടോ. ക്ലിയർ ആയിട്ട് കാണിക്കും. ക്ലിയർ ആയിട്ട് കാണിക്കും. എവിടെ തിരിഞ്ഞ വേണ്ട. ഇതാണ് വിശുദ്ധ ജോൺ ബെർക്കിൻസ്. അപ്പോ ഈ പെരുന്നാൾ നടത്തണം അവിടുത്തെ ആൾക്കാരെ ശുശ്രൂഷകന്മാരൊക്കെ കൂടെ നടത്തുന്നത്. അപ്പോ പ്രസിഡന്റിമാരിൽ നമ്മുടെ ടീനക്കുട്ടിയുണ്ട്. കണ്ടാ കഴിഞ്ഞ പ്രാവശ്യം മോന്റെ ഫോട്ടോ ആയിരുന്നു ഇങ്ങനെ വെച്ചത്. കേട്ടാ. അപ്പൊ ഇത്രയും പേര് 11 പേര് കൂടിയാണ് ഇത് നടത്തുന്നത്. ഇത്തവണത്തെ 11 പ്രസിഡന്റിമാരാണ് ഇത് നടത്തുന്നത്. അപ്പോ ഈ സാധാരണ ആൾക്കാര ബാലന്മാരും അവരുടെ ഫാമിലിയും കൂടിയാണ് നടത്തുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ നടത്തി. അടുത്ത തവണത്തെ പ്രസിഡന്റിമാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാര ബാലന്മാര് മാത്രമേ ഉള്ളൂ. അവരുടെ ഫാമിലി ഇല്ല. ഫാമിലിനെ ഒഴിവാക്കിക്കൊണ്ടിട്ടാണ് നടത്തുന്നത്. അപ്പോ അതായത് ഇതിനൊക്കെല്ലാം പെരുന്നാളെന്ന് പറയുമ്പോൾ ചെറിയ പെരുന്നാളാണെങ്കിലും വലിയ പെരുന്നാളാണെങ്കിലും പൈസ വേണം. അപ്പോ അവർക്ക് അതിനുള്ള ഫണ്ട് കണ്ടെത്താൻ വേണ്ടി അവര് കഴിഞ്ഞ മാസം തൊട്ട് അവര് ഓരോ സൺഡേയുടെ ഇപ്പൊ ഈ ഫുഡിന്റെ കയ്യിലുള്ള ഫുഡിന്റെ കുറിച്ച് പറയണേ. ഓരോ ആഴ്ച, അതായത് ഇന്ന് നടത്തി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സൺഡേ ഉണ്ടാവൂല, പിന്നത്തെ സൺഡേ, അങ്ങനെ ഓരോ സൺഡേയുടെ വിട്ട് അവര് ഓരോ ഇത് കൊണ്ടുവരും. ആദ്യം പച്ചക്കറി കൊണ്ടുവന്നായിരുന്നു. അത് എന്നിട്ട് സെയിൽ ചെയ്തിട്ട് ഓരോ അവിടെ പള്ളിയിൽ കൃഷി ചെയ്യണ സംഭവങ്ങളും ഉണ്ട്. അല്ലാണ്ട് അവിടെ നോക്കി അവർ സംഘടിപ്പിച്ച് പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കച്ചവടം ചെയ്തു. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് പിന്നത്തെ ഞായറാഴ്ച ടീ ഷോപ്പ് പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ചായ കുടിക്കുന്ന പരിപാടി. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് അങ്ങനെ എടുത്തു. അപ്പൊ ലാസ്റ്റ് പിന്നത്തോണ്ട് തീരണം. അപ്പൊ ഇന്ന് ഇങ്ങനെ ഫുഡ് പാക്കറ്റ് ചലഞ്ച് പോലെ കൊടുത്തേച്ചത്. അപ്പൊ ഒരു കൂപ്പൺ എടുക്കണം. ആ കൂപ്പൺ എടുത്ത് കഴിയുമ്പോഴത്തേക്കും ചിക്കനും വെള്ളയപ്പം എന്തോന്ന് അതിലുള്ളത്. 4 പേർക്ക് 4 പാക്കറ്റ് വാങ്ങിച്ചു. എത്രയൊന്നും നമുക്ക് അറിയാൻ പാടില്ല. ചെറിയ പെരുന്നാളാണെങ്കിലും അതിനെ പറയേണ്ടായിരുന്നു. എന്താണ് അത്യാവശ്യം നല്ലൊരു പൈസ ചെലവുണ്ട്. അപ്പൊ എല്ലാ വർഷവും കൂടിക്കൊണ്ടിരിക്കണ പൈസ ചെലവുണ്ട്. അതിന്റെ പെരുന്നാളിന് മാത്രമല്ല അച്ഛന്മാരെ കൊണ്ടുവന്നെ കുർബാനയ്ക്ക് ഇവിടുത്തെ അച്ഛന്മാരായിരിക്കൂലല്ലോ, പുറത്തുനിന്ന് വേറെ അച്ഛന്മാരാണ് കുർബാനക്ക് വരുന്നത്. അപ്പൊ അതിന്റെ പൈസ ചെലവ്. പിന്നെ അതുകൂടാതെ തന്നെ പിന്നെ അതിനുള്ള ചെണ്ടമേളം അങ്ങനെയുള്ള കാര്യങ്ങള്, അങ്ങനെ ഒരുപാട് പൈസ ചെലവൊക്കെ ഉണ്ട്. അപ്പൊ അതിനുള്ള പൈസ അവരതിനെ കളക്ട്. അപ്പൊ അടുത്ത തവണത്തെ പെരുന്നാളിന് അവര് അവരുടെ സാലറിന്നും അങ്ങനെയൊക്കെ ഇടയ്ക്ക് ചെയ്യണമെന്ന് അവര് പറയുന്നുണ്ട്. ഇപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഫുഡ്. അപ്പൊ അത് ഞങ്ങൾ വാങ്ങിച്ചു. എന്താണെന്ന് തുറന്ന് ഞങ്ങൾ കാണിച്ചു തരാം അല്ലെ. അതെ. ക്വാളിറ്റി ഒന്നും നോക്കിയൊന്നും വേണ്ട. നമ്മൾ എന്താ പറയാ, ഒരു ചാരിറ്റി പോലത്തെ സംഭവത്തിൽ ചെയ്യണയാണല്ലോ. അപ്പൊ അതിന് നമ്മൾ പ്രത്യേകിച്ച് അതിന്റെ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ മോൻ വന്നിട്ടില്ല. മോൻ പള്ളിയിൽ തന്നെയാണ്. അവരെ കൂടെയൊക്കെ വരുള്ളൂ. അപ്പൊ അവനാണെങ്കിൽ ഇങ്ങനെ പുറത്തേക്ക് കിട്ടുന്ന അവസരം അവൻ കൂടെ കളിച്ചിട്ടൊക്കെ വരുള്ളൂ. അപ്പൊ ഇതെന്താ തുറക്കാം. ഓക്കെ. അപ്പൊ വെള്ളയപ്പത്തിന്റെ ക്വാണ്ടിറ്റി ഒന്നും നോക്കണ്ട കേട്ടോ. ശരി, നമ്മള് പള്ളിയിലത്തെ ആവശ്യമാണല്ലോ. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഒരു ചെറിയൊരു ഇത് നമ്മൾ കൊടുത്തിട്ട് വാങ്ങിക്കുന്ന കാരണം ഇപ്പൊ വെള്ളയപ്പം ഉണ്ട്, പിന്നെ ചിക്കൻ കറി ഉണ്ട്. അപ്പൊ പാത്രത്തിലേക്ക് ആക്കും. വെള്ളയപ്പൊക്കെ എനിക്ക് അവിടെ ഉണ്ടാക്കിയാണ്. ഇന്നലെ രാത്രി ഗ്രൂപ്പില് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചെല്ലണമെന്നൊക്കെ പറഞ്ഞു. നല്ല മഴയെ മാറുന്നല്ല. അതെ.
പിന്നെ രാവിലെ പള്ളിയിലേക്ക് പോയപ്പോ ടീനോട് പറയാണ്ട് ഒന്ന് അത്യാവശ്യമായിട്ടൊന്ന് കിച്ചണിലേക്ക് ഒന്ന് ഫുഡ് ചിക്കൻ തീർന്നു പോയി. അപ്പൊ അത് കാരണം ഒന്ന് റെഡിയാക്കാനായിട്ട് ഒന്ന് അടുക്കളയിലേക്ക് ഒന്ന് ചെല്ലാൻ വേണ്ടി പറഞ്ഞായിരുന്നു. കുർബാനയുടെ സമയം ചെയ്ത് കാരണം ഞാൻ ചെന്നപ്പോഴേക്കും അവിടുത്തെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പൊ ചേച്ചി പറഞ്ഞപ്പോ ഞാൻ കുർബാന അതിലേക്ക് ഇങ്ങനെ ചിക്കൻ കറി ഇതാണ്ട നോക്കി നല്ല കളർഫുള്ളാണ്. ആരാ ചെയ്തേക്കണെന്ന് അറിയില്ല. പല പല വീടുകളിൽ നിന്നൊക്കെ വന്ന് ചെയ്തേക്കുന്ന കാരണം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. നല്ല സ്മെല്ല് അടിക്കുന്നുണ്ട്. വാ അടിപൊളി. ഒരു വേറെ ടൈപ്പ് ഒരു ഫ്ലേവർ ആണ് വരുന്നത്. അപ്പൊ ചിക്കൻ കറിയൊക്കെ കൊള്ളാട്ടോ. നല്ല സ്മെല്ലാന്ന് വെച്ചാൽ സൂപ്പർ സ്മെല്ല. അടിപൊളി അടിപൊളി. കണ്ടാ, ഇതാണ് അപ്പൊ പള്ളിയിലെ തിന്നത്തെ സ്പെഷ്യലി കിട്ടിയത്. അയ്യോ എന്റെ വായിലേക്ക് ഇട്ടുപോയി. അത് കുഴപ്പമില്ല പറഞ്ഞു. അപ്പോൾ വെള്ളയപ്പം ചിക്കൻ കറിയും നല്ല മണമുണ്ട്. ടേസ്റ്റ് ഉണ്ട് എന്താന്ന് നോക്കട്ടെ കേട്ടാ. എന്നാൽ ടേസ്റ്റ് ഇല്ലാതെ കുഴപ്പമൊന്നുമില്ല. അല്ല അങ്ങനെയല്ല, നമ്മ അത് പറയേണ്ട കാര്യമില്ല. ടേസ്റ്റ് ഉണ്ടാവും. അല്ല ടേസ്റ്റ് ഉണ്ട്. അല്ല കുറച്ച് കുറഞ്ഞാലും വല്ല കുഴപ്പമൊന്നുമില്ല. മണമൊക്കെ അടിപൊളിയാ. കൊള്ളാം, നല്ലതാ. നോക്കട്ടെ ഞാൻ നോക്കട്ടെ. അപ്പോ വെള്ളയപ്പം ചിക്കൻ കറി നല്ല ചായ വെച്ചിട്ടില്ല കേട്ടാ. എന്നാ വന്ന് കയറിയതല്ല, നിങ്ങൾ കണ്ടല്ലേ, ഞാൻ ഇപ്പൊ വന്ന് കയറിയുള്ളൂ. അപ്പൊ വെള്ളയപ്പവും ചിക്കൻ ആയതുകൊണ്ട് ഗ്രേവിയൊക്കെ ഉണ്ട്. ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക സ്മെല്ല. എനിക്ക് ഇത് രാവിലെ വെച്ചതാണേ. മറ്റേ നേരത്തെ ഉണ്ടാക്കിയത് തീർന്നു. ഇത് ഫ്രഷ് ആയിട്ട് ഇപ്പൊ വെച്ചേക്കണേ. അതാ പറഞ്ഞത്, എന്നോട് ചെല്ലാൻ വേണ്ടി പറഞ്ഞെന്ന് പറഞ്ഞില്ലേ. കുറുമയുടെ ഒക്കെ പോലത്തെ ഒരു ടേസ്റ്റ് അല്ലേ, വെറൈറ്റി കൊള്ളാം. അപ്പൊ ആ സമയത്ത് അവര് വെച്ചോണ്ടിരിക്കണായിരുന്നു. എന്ന് വെച്ചാൽ ചിക്കൻ തീർന്നു പോയി. വരുന്ന ആൾക്കാർക്കൊക്കെ കൂപ്പൺ ഉള്ളതുകൊണ്ടേ കൂപ്പണിലാണ് ഈ സാധനം കൊടുക്കണത്. അപ്പൊ കൂപ്പണിൽ കൂപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ അല്ല കൂപ്പൺ കൂപ്പൺ പിന്നെ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് കാരണം ഒന്നേന്ന് പിന്നെ ഒന്ന് ഉണ്ടാക്കി. ഇത് 7:30 തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ രാവിലത്തെ ഖുർആന കഴിഞ്ഞപ്പോ തന്നെ 7:30 ആയപ്പോ തന്നെ ഈ സാധനം തുടങ്ങി. എന്നിട്ട് അപ്പൊ തന്നെ തീർന്നുപോയി. കൂപ്പൺ എല്ലാവരും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയും കൂപ്പൺ ആൾക്കാരുടെ കയ്യിൽ ഇരിക്കണേണ്. അവർക്കപ്പോ ഫുഡ് കൊടുക്കാതിരിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ ആ സമയത്ത് ഖുർആനയും കൂടി അവർ കൂടാണ്ടാണ് ഈ വെള്ളയപ്പം ഉണ്ടാക്കിയത്. അപ്പോ ഇതേപോലെ നിങ്ങളുടെ ഇടവപ്പള്ളിയിലൊക്കെ ഇതേപോലെ ഇങ്ങനെ ഇതൊക്കെ ശരിക്കും പറഞ്ഞ ഇതൊക്കെ അറിയന്താന്ന് വെച്ചാല് ഇപ്പൊ അവനിപ്പോ മോനിപ്പോ നിൽക്കുന്നത് കൊണ്ട് മാത്രം അറിയണേട്ടാ. അറിയാൻ പറ്റില്ല. ഞങ്ങൾ പോയിട്ട് വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് പോരും. അങ്ങനെയാണ് സാധാരണ എപ്പോഴും ചെയ്തോണ്ടിരിക്കണത്. ഇടയിൽ എന്തൊക്കെയെന്ന് നമുക്ക് അറിയാൻ പാടായിരുന്നു. നിങ്ങളുടെയൊക്കെ ഇടവപ്പള്ളിയിൽ ഇതേപോലെ ഇങ്ങനെ ആൾക്കാരെ ഫലങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധന്റെ ഈ തിരുനാളൊക്കെ ഇങ്ങനെ ആഘോഷിക്കാറുണ്ടോ? അതിനൊക്കെ എങ്ങനെയുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ, ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാല് ഇപ്പൊ കഴിഞ്ഞൊരു 2-3 വർഷത്തോളമായിട്ടേ ഉള്ളൂ ഇങ്ങനെ ഇവിടുത്തെ ഈ പെരുന്നാൾ ഇങ്ങനെ ഈ പുണ്യാളുടെ പെരുന്നാൾ ഞങ്ങൾ 16 വർഷമായിട്ടുണ്ട്. പക്ഷെ ഇത്ര വിപുലീകരിച്ചിട്ടില്ല. ഇങ്ങനെ ആഘോഷം പോലെയൊക്കെയാണ് നടത്താൻ തുടങ്ങിയത് ഈ ഒരു ഇടക്കാണ്. കൂടുതലായിട്ട് ഞങ്ങൾ അറിയാന്നുണ്ടെങ്കിൽ കൊച്ചി ഇങ്ങനെ ആൾക്കാർ പറയാനായിട്ട്. അതിനു മുമ്പ് ഡ്രസ്സ് എന്ന് വെച്ചാൽ ഒരു ഡ്രസ്സേ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ വർഷം തൊട്ടാണ് 2 ഡ്രസ്സ് അവർക്ക് മാത്രമായിട്ടുള്ള ഡ്രസ്സ് പ്രത്യേകമായിട്ട് ഈ പെരുന്നാളുടെ സമയത്ത് ഇടാനായിട്ട് ഡ്രസ്സ് വാങ്ങിച്ച് അവരെന്നെ കൊടുക്കണത്. അതിനു മുമ്പ് അങ്ങനത്തെ ഉള്ള ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതൊന്ന് പ്രത്യേകം ഒന്നും മറന്നു പോകാതെ ഒന്ന് കമന്റ് ചെയ്യണം. അറിയാലോ ടീനപ്പൊ എല്ലായിടത്തും എന്റെ അടുത്ത് ചോദിച്ചു എല്ലായിടത്തും ഇങ്ങനെയൊക്കെ ഉണ്ടോന്ന്. അപ്പൊ എനിക്കും അറിയാൻ പാടാത്ത കാരണം ഉണ്ട്. ഞാൻ ഇൻസ്റ്റയിൽ ഞാൻ കണ്ടായിരുന്നു ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ കൈ പിടിച്ച് ഇങ്ങനെ കേട്ടണൊക്കെ. അപ്പൊ അത് ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പൊ ഇന്ന് കഴിഞ്ഞ തവണത്തെ വെച്ചാല് മോൻ മാത്രം ഉണ്ടായുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ മാത്രം ഉണ്ടായുള്ളൂ. അപ്പൊ അത് എങ്ങനെയാണെന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഞങ്ങൾ കണ്ടു വെച്ചാല് വേറെ 2 കുട്ടികളെയും കൂടി. ഇടദിവസമായിരുന്നു. അത് മറ്റേ ഓഗസ്റ്റ് 15 മുമ്പായിരുന്നു. അതുമല്ല ഞങ്ങളുടെ പള്ളി ഇവിടെ ശരിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിലായിരുന്നു അപ്പൊ ഇവന്റെ ചടങ്ങ് നടന്നു വെച്ചത്. അപ്പൊ അത്രയൊക്കെ ആയിട്ടുള്ളത് സംഭവത്തിന് മാത്രമല്ല നമുക്ക് കാണാൻ പറ്റില്ല. മനസ്സിലായി എങ്ങനെയാണ് ഇത് ചെയ്യണേന്നുള്ളത്. അപ്പൊ നമ്മൾ അവിടെ നിക്കണേ അപ്പൊ അതിന് മുന്നിൽ ഞങ്ങൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായില്ല. ഇത്തവണ അങ്ങനെയല്ല, ഞങ്ങള് മറ്റേ കുർബാന കൂടാൻ വേണ്ടി നിൽക്കുമ്പോ അതുണ്ട്. അത് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ അത് കണ്ടിട്ട് അതൊക്കെ ഒന്ന് കാണണം. ചടങ്ങ് ശരിക്കും പറഞ്ഞ ചാനലിൽ കിടപ്പുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞ കല്യാണവും ബൗത്തീസും ഒക്കെ സാധാരണ അറിയാം. ഞാൻ പറഞ്ഞ അതല്ല, അതായത്
ഇന്നിപ്പോ വേറെ 2 കുട്ടികൾ കയറിയപ്പോഴത്തേക്കും അവരുടെ മാതാപിതാക്കന്മാരും അവരും കൂടി കയറുന്നത് ഞങ്ങൾ കുർബാനയിൽ ഇന്ന് പങ്കെടുത്ത് ഞാൻ കണ്ടില്ല, ഞാൻ അപ്പുറത്തായി പോയി, ഞാൻ കണ്ടില്ല. അങ്ങനെ കാണാൻ പറ്റി. നിൽക്കുമ്പോ നമുക്ക് കാണാൻ പറ്റില്ല. അത് ശരിയാ പറഞ്ഞത്. എങ്ങനെയൊക്കെയാണ് അതിൽ എങ്ങനെ കൊണ്ടുവന്നേന്നൊക്കെ. അപ്പൊ പഴയ വോട്ടർ ബോയ്സ് ഒക്കെ എല്ലാരും കൂടി കൊണ്ടുവന്ന് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് അവരും കൊണ്ടുവന്നത്. അവരാ ചടങ്ങിലേക്ക് കൊണ്ടുവന്നത്. അല്ല, എന്റെ മോനെ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ കൊണ്ടുവന്നത്. മിക്കവരും കണ്ടിട്ടുണ്ടാവൂല ചടങ്ങൊന്നും ആൾക്കാർക്കൊന്നും അറിയാൻ പറ്റില്ല. ആ വീഡിയോന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അപ്പൊ കയറി ഒന്ന് കാണുക. ഓക്കെ, അപ്പൊ ഞങ്ങൾ ചായ കുടിക്കട്ടെ. മോനും വരട്ടെ, മോൻ വന്നിട്ട് ചായ കുടിക്കണം. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.